ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ചൂരച്ചാൻ്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ ചെറിയ പീസായിട്ട് വെട്ടിയെടുത്ത് കഴുകി വൃത്തിയാക്കിയ നല്ല ചൂരയുടെ പീസ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുളക് പൊടി, മീറ്റ് മസാല ഇട്ട് ഒന്നുകൂടെ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ വെച്ചേക്കാം. നമ്മൾ ഈ ഒരു അച്ചാറിടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇടാം. എന്നിട്ട് നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ചൂര പീസ് ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചൂര നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ പിക്കിളിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചി ചെറുതായിട്ട് ചതച്ചത്, വെളുത്തുള്ളി, കറിവേപ്പില, മുളക്. അപ്പോൾ ചട്ടി അടുപ്പിലോട്ട് വയ്ക്കുക. നല്ല ചൂട് തിളച്ച വെളിച്ചെണ്ണയിലോട്ട് വറ്റൽമുളകും കടുകും ഇട്ടൊന്ന് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അടുത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ പൊടി ഐറ്റംസ് ഇടാൻ പോവുകയാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അച്ചാർ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ ഫിഷിൽ ആവശ്യത്തിന് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളൊരു സ്പെഷ്യൽ മസാല ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഉലുവയും കടുവും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അതാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള കായം പൗഡറാണ്. ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ചൂര പീസ് ഈ അച്ചാറിൻ്റെ മിക്സിലോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ആ ഒരു ഗ്രേവി നമ്മുടെ ഫിഷിൽ പിടിക്കുന്ന അത്രയും നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യുന്ന ആ ഒരു രീതിയിലിരിക്കും നമ്മുടെ ഈ ഒരു പിക്കിളിൻ്റെ ടേസ്റ്റ് വരുന്നത്. എന്തെങ്കിലും പൊടിയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് അത് ആഡ് ചെയ്യാവുന്നതാണ്. ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുപ്പിയിൽ ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചൂരച്ചാൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനൽ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.